CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ വർക്കലയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകും. CPM വിട്ടുവന്ന സ്മിതയെ ഷോൾ അണിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചു. വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും തിരുവനന്തപുരത്തെ മുതിർന്ന CPM നേതാവായിരുന്ന TP സുന്ദരേശന്റെ മകളുമാണ്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരും. സാരംഗ്, വിസ്മയങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത് CPMലാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകൾ കൂടി BJPയുടെ ഭാഗമാകുന്നു, വർക്കലയിൽ സ്ഥാനാർത്ഥിയാകുന്നു. എന്താണ് സ്മിത ഈ മാറ്റത്തിന് പിന്നിൽ പറയുന്നത്? രഞ്ജിത്ത്, പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ സ്മിത മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് CPMന്റെ മൂല്യച്യുതി കാരണമാണ് BJPയിലേക്ക് വരുന്നതെന്നും പ്രധാനമന്ത്രിയുടെ വികസന വീക്ഷണങ്ങളിൽ ആകൃഷ്ടയാണെന്നുമായിരുന്നു അവർ പ്രതികരിച്ചത്. ഇതിൽ പ്രധാനമായ ഒരു പ്രശ്നം ഈ വർക്കലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹം BJPയിൽ ഉണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിലെ BJP പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന വിജയസാധ്യത വളരെ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് വർക്കല. അവിടെ ഇത്തരത്തിൽ BDGSന് സീറ്റ് വിട്ടുകൊടുത്തതിലടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. അപ്പോഴാണ് ഈ സ്മിത ഈ പാർട്ടി വിട്ട് BJPയിലേക്ക് വരികയും അവരെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള സ്മിതയുടെ പിതാവടക്കമുള്ള, അതായത് ഒരു പാർട്ടി കുടുംബത്തിൽ നിന്നാണ് ഈ സ്മിത വരുന്നതെന്ന് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു BJPയുടെ വലിയൊരു കനത്ത നീക്കം, അതായത് കഴിഞ്ഞ ദിവസം അടക്കം കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് പ്രാദേശിക തലത്തിലടക്കം കൃത്യമായി പ്രവർത്തിച്ചു വരുന്ന പലരും BJPയിൽ എത്തിയിരുന്നു. അത്തരത്തിലൊരു വിസ്മയമായിട്ട് തന്നെ ഇതിനെയും കാണണം. കാരണം ലോക്കൽ കമ്മിറ്റി അംഗമാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെയുള്ള തലത്തിൽ നിന്നാണ് ഇപ്പോൾ നേരെ BJPയിലേക്ക് എത്തുന്നത്. വർക്കലയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതടക്കമുള്ള രീതിയിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. അത് CPMന് വലിയ തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. മാത്രമല്ല ഈ BJPയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BDGSന് സീറ്റ് വിട്ടുകൊടുത്തതിലുള്ള പ്രതിഷേധം BJPക്ക് അകത്തടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ആലങ്കോട് ദാനശീലനടക്കം വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നടക്കമുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് വോട്ട് മറിച്ചുകൊണ്ട്, അതായത് BJP ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത് BJPക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്ന സമയത്താണ് സ്മിതയെ ഇവിടെ സ്ഥാനാർത്ഥിയായി BJP സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇതൊരു വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കന്മാർ BJPയിലേക്ക് എത്തും. BJPയിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ എത്തുന്നതടക്കമുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം അടക്കം രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇന്നും ഇപ്പോൾ നടന്നിരിക്കുന്നതും. അതായത് മുതിർന്ന നേതാവിൻ്റെ മകളുമാണ്. മാത്രമല്ല ലോക്കൽ കമ്മിറ്റി അംഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം CPMമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് സ്മിത. മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതോടുകൂടി കൂടുതൽ വർക്കലയിലുള്ള തിരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. നരേന്ദ്രമോദിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയാണ് താൻ BJPയുടെ ഭാഗമാകുന്നതെന്നാണ് സ്മിത സുന്ദരേശൻ വ്യക്തമാക്കിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇപ്പോൾ അവർ അത്ഭുതകരമായി ഒരു BJP സ്ഥാനാർത്ഥിയെ കൂടി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. BDGSന് വിട്ടുകൊടുത്ത സീറ്റ് ഇപ്പോൾ BJP ഏറ്റെടുത്തുകൊണ്ട് അവിടെ CPMൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യമായി മാറുകയാണ്. നേരത്തെ സീറ്റ് BDGSന് വിട്ടുകൊടുത്തതിൽ സാരംഗ് പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം BJPക്കുള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ഒരു A ക്ലാസ് മണ്ഡലമായൊക്കെ BJP കരുതുന്ന ഒരു മണ്ഡലമാണ്. വർക്കല ശിവഗിരിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമന്ത്രിയുടെ പ്രവർത്തകர்கள் ആകൃഷ്ടയായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കാറ്റിൽ പറത്തുന്ന സമീപനം ആണ് ഇപ്പോൾ നടക്കുന്നത്. CPM എന്ന പാർട്ടി നേരിടുന്ന മൂല്യച്യുതിയാണ് BJPയിലേക്ക് വരാൻ കാരണം. മാത്രമല്ല വർക്കല ബ്ലോക്ക് മെമ്പറാണ്. ഈ ബ്ലോക്ക് മെമ്പർ സ്ഥാനം അവർ രാജിവെച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. സ്മിതയുടെ വാക്കുകളിലേക്ക്. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തപ്പെട്ടത് CPM എന്ന പാർട്ടി ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി അതുതന്നെയാണ് എന്നെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി നമ്മുടെ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയണ്ടേ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യം തോന്നിയിട്ടും കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള വികസനത്തിന് മാത്രമേ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ.